അല്ല ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ ചാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന എന്നാത്തിനാ? എന്താ എന്താ ദാ കണ്ടില്ലേ, കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചാവാൻ വരുന്നു. ഒന്നുകൂടെ വായിച്ചേ. വായിക്കേ. കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രി എന്താ ചാവാൻ വരുന്നു. ഒറ്റ അടി വെച്ചെന്നല്ല, കണ്ണാടി വെച്ചുള്ള ഇരിപ്പ് കണ്ടപ്പോ ഞാനൊന്ന് വായിക്കട്ടെന്ന്. കേന്ദ്രത്തിൽ നിന്ന് നിന്റെ അപ്പം കേരളത്തിലേക്ക് ചാവാൻ വരില്ലേ? കാണാൻ വയ്യെങ്കിൽ നീ അടക്കളയിലേക്ക് റെഡിയല്ലേ? നമുക്കിറങ്ങാം. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം. അത് പറഞ്ഞാൽ പറ്റുകയില്ല. ആ ചുങ്കത്തറക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? എന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. വല്ലതും സംഭവിച്ചിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകുകയില്ല. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പേടിയുണ്ട്? ഉണ്ട്. അപ്പച്ചൻ ഇനി അവരുടെ കയ്യിൽ നിന്ന് ഇടികൊള്ളുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഇടി കൊള്ളുമ്പോഴേ നമുക്ക് മൂന്നാൾക്കും പങ്കിട്ടെടുക്കാം. നീ വെള്ളം തിളപ്പിച്ച് വെച്ചേക്ക്. മൂന്നാൾക്കും വൈകുന്നേരം കിഴി പിടിക്കേണ്ടതാ. എന്റെ ദൈവമേ, പുറത്തേക്ക് ഇറങ്ങുമ്പോ ചൂലും പിടിച്ച് നിൽക്കണ ഇന്നിനി ഒരു കാര്യവും നടക്കില്ല. ഞാൻ അകത്തേക്ക് പോവാ. എടി ചൂലേ, ആ ചൂലങ്ങോട്ട് മാറ്റി പിടിയടി. ഇതൊക്കെ നേരം വിളക്കുന്നതിന് മുമ്പ് ചെയ്യാൻ മേലായിരുന്നു നിനക്ക്. ചൂടാകാതെ അമ്മച്ചി. ഇന്നലെ ചൂലും കണി കണ്ടോണ്ട് ഇറങ്ങി പോയിട്ട് വല്ല കുഴപ്പമുണ്ടോ? നല്ല അസല് കച്ചവടമായിരുന്നു. ഈ ശകുനത്തിലൊന്നും ഒരു കാര്യമില്ല. അത് തന്നെ. ഏതെന്നെ ഈ ചൂലുകാരനാ ഇന്നലെ ഒരു പരിചയമില്ലാത്ത തെമ്മാടികളിൽ എനിക്ക് അടി കിട്ടിയത്. ഈ ശകുനത്തിലും കണിയിലും ഒക്കെ സ്വല്പം കാര്യമുണ്ട്. അതന്നെ. എന്ത് പറഞ്ഞാലും അത് തന്നെ ഇത് തന്നെ. നിനക്ക് വല്ല വിവരം പോത്തെ? ഓ, ഇത് ഞാൻ കുറെ വിവരമുണ്ട്. കള്ളക്കണക്കെടുത്താല വല്ല വിവരമുണ്ടോ? കള്ളക്കണക്കാണ് നിനക്ക് തിന്നാൻ തട്ടിമുട്ടി എപ്പോഴെങ്കിലും എന്നും കടയിൽ പോണതിന് മുമ്പ് എല്ലാരും കൂടെ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് പോകുന്നു വെച്ചാ അപ്പച്ചനും കണക്കന്നെ അമ്മച്ചും കണക്കന്നെ. സമ്മതിച്ചു. ഞങ്ങൾക്ക് നിന്റെ അത്ര വിവരില്ല എന്ന് കൂട്ടിക്കോ. എന്തായാലും കുട്ടി അത് തന്നെ. എന്റെ ദൈവമേ, വെറുതെ മുണ്ടും ചട്ടിയെടുത്ത് നടക്ക. വിശാചികള് ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ. വണ്ടി വിടറാ. എടുത്തോട്ട് പോടി അപ്പുറത്തെങ്ങാനും. തങ്കച്ചാ, വേണ്ട, വണ്ടി വിട്. എന്താ ചെയ്യാ? ഇഞ്ചക്കാടൻ ആൻഡ് സൺസ് വണ്ടി കൊണ്ടു നിർത്തി നമ്മളെ നോക്കി പഠിപ്പിച്ചിട്ട് പോയത്. ഇനിയിപ്പോ ഗുണ്ടകളെ വെച്ച് നമ്മളാണെന്ന് അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവും. എന്നാടാ ഇനി വരട്ടെ ചോദിക്കാൻ. ഗുഡ് മോർണിംഗ് സർ. ഓൾസാ, ആ ഡിസ്കൗണ്ട് സെയിൽസിന്റെ ബോർഡ് എടുത്ത് മാറ്റിയാലേ. ഓ, ഇത്തവണയും ക്രിസ്മസിന് നമുക്ക് സെയിൽസ് മോശം തന്നെയാ. അതെങ്ങനെ? തൊട്ടടുത്ത് ഇഞ്ചക്കാരൻ 15% വില കുറച്ച് വെക്കുമ്പോ 10% റിഡക്ഷൻ വെച്ചോണ്ടിരിക്കാൻ നമ്മുടെ അടുത്ത് ആര് വരാനാ? നീ എന്തായി പറയുന്നേ? 10% കുറച്ചിട്ട് തന്നെ ഒരു വിധത്തിലാ നഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നെ. അവനോട് കോമ്പറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ നഷ്ടത്തിലാ. ഇവരെന്നാത്തിനാ ഈ സാധനമൊക്കെ വില കുറച്ച് വെക്കുന്നത്? നമ്മളെ ഒതുക്കാൻ. അല്ല എന്നാത്തിനാ അവരെ അവിടെ ആൾ ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അവിടെ അപ്പനും മക്കൾക്കും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അച്ഛൻ മരിക്കുന്നത് വരെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിന് അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചില്ലേ? ഇല്ല. എത്ര പ്രായമായിട്ട് അച്ഛൻ മരിക്കാത്തെ? നിങ്ങൾ ചോദിച്ചില്ലേ? നോക്കേ, ഇത് ചേച്ചിക്ക് നല്ല ചേർച്ചയായിരിക്കും. നോക്കേ, ഇത് കുട്ടിയുടെ ചേച്ചിയാണോ? അയ്യോ, ഞാനവളുടെ അമ്മയാ. സോറി, കണ്ടാ പറയില്ല കേട്ടോ. അപ്പോ ഈ 3 സാരികളും പാക്ക് ചെയ്തിരിക്കട്ടെ? ഒരെണ്ണം മതി. അത് പറ്റില്ല. എന്നാ 2 എണ്ണം എടുക്കണം. ചാച്ചപ്പ, ഈ 2 എണ്ണത്തിന് ബില്ലിട്ടെ. നോക്കണ്ട, ഇത് അടുത്തവണ വരുമ്പോ എടുക്കാം. വന്നേ, നമ്മുടെ പാർട്ടീസാ. വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേനെ കേട്ടോ. ചെന്നാട്ടെ. വരൂ അപ്പച്ചാ. വരണം വരണം. എത്ര കാലായി കണ്ടിട്ട്. ഞങ്ങളൊക്കെ മറന്നോ? അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോടാ, നല്ല ചോദ്യം. ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്തായിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ, അത് നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ. ഇല്ലേ അപ്പച്ചാ? പിന്നെ കല്യാണ ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും. നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതി. കല്യാണ സാരികളുടെ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. ഇന്ന് രാവിലെയാ പൊട്ടിച്ചത്. ഇന്ന് എന്നാ കല്യാണം? 10-ാം തീയതി. അയ്യോ, അപ്പൊ വളരെ അടുത്തല്ലോ. കറിയാച്ചാ, ആ ഫ്രഷ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ കല്യാണ സാരികളുടെ. ചെന്നാട്ടെ. അപ്പച്ചാ, ഈ പഴയ ടൈപ്പ് സോപ്പിടല് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെലവാവില്ല. ഒറ്റ പൊട്ടിക്ക് വെച്ചെന്നുണ്ടല്ലോ. നീ മത്തായിനെ തുണിക്കച്ചവടം പഠിപ്പിക്കാൻ വരിക.
മോനെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാൽ എന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിൽ വേണ്ട, അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചു തരാം. നീ എന്താ കളിക്കുന്നത്? നീ എന്താ കൊഞ്ചാൻ വരാൻ? ആൾക്കാർ എന്താ അപ്പച്ചാ ഇത്? കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണോ? നീ പോടാ അവിടുന്ന്. ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അല്ല മോനെ. പിന്നല്ലാതെ ഇച്ചാന് ക്യാഷ് എണ്ണി പെട്ടിക്കകത്ത് ഇട്ടോണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ. നമുക്കതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവാ, കൗണ്ടർ വാങ്ങിക്കണം. ഓ, ഞാൻ കൗണ്ടറിൽ ഇരുന്നോളാം. അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല. അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പോടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? ആ ആ ഇവിടെ സാരീസ് ഒന്നും ഇല്ലെന്നാ തോന്നുന്നു. അബദ്ധമായോ? ഇവിടെ ആരോടെങ്കിലും ചോദിക്കായിരുന്നല്ലേ? അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഷർട്ട്സ് അല്ലേ? എന്താ വേണ്ടത്? സാരീസ്, ബ്ലൗസ് പീസ്, സൽവാർ കമ്മീസ്, ചുരിദാർ, റെഡിമെയ്ഡ്. ഇതെന്താ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരെ പോലെ വിളിച്ചു പോകുന്നേ? അവരിതേപോലെയാണോ? എനിക്ക് ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരായിട്ട് വലിയ സഹവാസം ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. സോറി. അതെ, ഓവർ സ്മാർട്ട് ആവണ്ട കേട്ടോ. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. ക്ഷമിക്കണം, ഞങ്ങളും അത്യാവശ്യം കോളേജിലൊക്കെ പോയിട്ടുള്ളവർ തന്നെയാ. എന്താ, കൂട്ടുകാർ ഷോപ്പിങ്ങിന് വന്നാണോ അതോ ഉടക്കാൻ വന്നാണോ? എന്താ വേണ്ടേ? ഈ സാരീസിനൊക്കെ മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു. ഒന്ന് നോക്കി. ശരി. ഇതിന്റെ ഡാർക്ക് ഇത് മതി. പാക്ക് ചെയ്തോളൂ. സാരി ഇങ്ങനെ ഏത്? ആ, തീർന്നില്ലേ? ബില്ലൊക്കെ അവിടെ തരും. ആ. രണ്ട് ബ്ലൗസ് പീസിനൂടെ പേ ചെയ്യേണ്ടി വരും. എല്ലാം പേ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അറിവോടുകൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്ട് യു മീൻ? വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട. കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അത് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക്. ആരും അറിയില്ല. നിങ്ങളെന്താ കസ്റ്റമേഴ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കണോ മിസ്റ്റർ? ഓയ്, എന്താ എന്താ അവിടെ? അല്ല, അതെ, നിങ്ങളുടെ സ്റ്റാഫിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. അവൻ സ്റ്റാഫല്ല, എന്റെ ഇളയ മോനാ. എന്താടാ കുട്ടാ? എന്താ പൊട്ടനോ? പൊട്ടനല്ല, കുട്ടൻ. മുതലാളിയുടെ മോനെന്നുള്ള ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. കുട്ടി, വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക തന്റെ ഓരോ ചേഷ്ടകള്. അത് ശരി. ആ ബാഗ് എടുക്കും. താൻ ആ ബാഗ് എടുക്കാൻ. കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലില് എന്ത് തോന്നിയാസം കാണിക്കുന്ന ഇത് നോക്ക്. പൈസ തികയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ കട്ട് പീസ് എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ? ഈ രണ്ട് ബ്ലൗസ് പീസിനും കൂടെ ബില്ലിട്ടെ. മോനെ, കുട്ടികൾക്ക് നല്ല ക്ഷീണുണ്ടാവും. നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ, കുടിക്കട്ടെ അവര്. സോറി. ആ, അത് മര്യാദയുടെ ഭാഷ. കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുമ്പോ അല്പം കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശരി, കയ്യെന്ന് വിട്. നാളെ ഉണ്ടടി നിനക്കൊക്കെ. കക്കാൻ നടക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ്. കട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. വെറും 44 രൂപ 40 പൈസയ്ക്ക് വേണ്ടി ആളുകൾ മുമ്പ് നാറിയില്ലേ? പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് ഒരു രോഗ. തല്ലുകൊള്ളുമ്പോ ഭേദാവും. മേലിൽ ഇവളോട് ആരും പുറത്തു വരുത്.